ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജന നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും സത്യനും ഭവാനിയും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൗഭാഗ്യ അവർ പറയുന്നുണ്ട്, അതേ മോളെ, ഇത്തവണ എന്തായാലും നിന്നെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. എന്താ മുത്തശ്ശിയും ചോദിക്കുക കേട്ടോ. അപ്പോൾ സത്യം പറയുന്നുണ്ട്, നിസാര ശമ്പളത്തിന് വേണ്ടി നീ എന്തിനാ മോളെ കണ്ട നാട്ടിലൊക്കെ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഉടനെ ഭവാനി പറയാം, ഞങ്ങൾക്ക് ഇവിടെ എസ്റ്റേറ്റും തോട്ടവും വരുമാനമൊന്നും ഇല്ല, കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്ക് എന്തേലും ഉള്ളൂ. അപ്പോൾ സത്യൻ്റെ മുഖം വല്ലാതെ വാടിപ്പോയി കേട്ടോ. കാരണം അയാളെ കുത്തുവാക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഭവാനി ഒഴിവാക്കാറില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ അമ്മ പറയുന്നുണ്ട്, അതിന് പരിഹാരം കാണാനല്ലേ ഇപ്പം അഞ്ജനോട് വരാൻ പറഞ്ഞത്, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കണം ഭവാനി? പിന്നെ മോളെ, നിൻ്റെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചു. കല്യാണോ? എന്താ മുത്തശ്ശി പറയണത്? ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇൻട്രസ്റ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കല്യാണമൊന്നും കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഉടനെ അമ്മയുടെ മൂത്ത് നോക്കാട്ടോ. ഭവാനി പറഞ്ഞിട്ടുണ്ട്, അതെ മോള് വിഷമിക്കണ്ട, നിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയണം, മോളെ വരൻ വേറെ ആരുമല്ല, നമ്മുടെ അജയാണ്. അജയെ നിനക്ക് ഇഷ്ടമല്ലേ? അജയോ? അതെ, എന്തേ കുഴപ്പം? നമ്മുടെ സംഗീതയുടെ മകനല്ലേ? അത് ശരിയാണ്. അവൻ എന്തായാലും നീ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നറിയാം. ഉറപ്പായിട്ടും ഇത്തവണ നീ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വിവാഹം നടത്തണം, ഞങ്ങൾ തീരുമാനിച്ച് വെച്ചേക്കാം കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് ഭവാനി പതിയെ മോളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പം സത്യനോടും വർമ്മയോടും ഒക്കെ പറയാം, നിങ്ങൾ എത്രയും വേഗം വിവാഹം നിശ്ചയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തിക്കോട്ടോ എന്ന്. അങ്ങനെ അവരതിൻ്റെ പടിക്കൊക്കെ നടക്കുകയാണ്. മോളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയാണ് അവൾ, അമ്മേ ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇത്ര പെട്ടെന്ന് എന്നെ പിടിച്ച് തളച്ചിടേണ്ട ആവശ്യം എന്താ? ഞാൻ ജോലി ചെയ്യുന്നതല്ലേ, പുറത്തൊക്കെ പോയി. കാര്യമുണ്ട്, വേറെ ആരുമല്ലല്ലോ, അജയല്ലേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം മോളെ, ഈ വീട് ആരുടേതാ? എൻ്റെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് പേരിനെയും പറയാന്നുള്ളതേ ഉള്ളൂ. നമുക്കിവിടെ എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരു അവകാശങ്ങളും ഇല്ല. അതൊക്കെ നീ നേടിയെടുക്കണം. അറിയാലോ, നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? ആത്മഹത്യയല്ലേ? അതാരാ നിന്നോട് പറഞ്ഞത്? ഇവിടെ മുത്തശ്ശിയും വെല്ലിച്ചനും ഒക്കെ അങ്ങനെയല്ലേ പറയുന്നത്. എന്നാൽ ആത്മഹത്യയല്ല, കൊന്നതാണ് നിൻ്റെ അച്ഛന്. ആര്? ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന്. വെല്ലിച്ചനും ഒക്കെ ഉണ്ടോ അതിൽ? എല്ലാവരും ഉണ്ട്. എൻ്റെ വെല്ലിച്ചനും അപ്പച്ചിക്കും ഒക്കെ പങ്കുണ്ട്. അതെയോ? അതെ. പിന്നെ ഒരു ഇതിൽ നമ്മളിനി വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം നമുക്ക് തിരിച്ചെടുക്കണം. വല്യച്ഛനൊരു പാവമല്ലേ പാവം. അയാളെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. നിൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഇതുവരെ ശാന്തി ലഭിച്ചിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഇതിനെല്ലാം പകരം ചോദിക്കണം നിന്നിൽ കൂടി. എന്നാൽ മാത്രമേ അച്ഛന് ശാന്തി ലഭിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മോളെ പറഞ്ഞ് മനസ്സിലാക്കട്ടോ. മോളാണെങ്കിൽ അജയനെ കല്യാണം കഴിക്കാനുള്ള താല്പര്യമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഭവാനിക്ക് ഒരു സംശയം തോന്നുകയാണ്. ഭവാനി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് അവിടെ എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ടമ്മേ, പ്രപ്പോസലോട്ട് വരുന്നുണ്ട്. ചിലരോടൊക്കെ ഞാൻ സമ്മതം പറഞ്ഞിട്ട് പതിയെ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഒന്നിലും അങ്ങ് ചെന്ന് വീഴുന്നവളല്ലല്ലോ ഞാൻ. ഏമാരായിട്ട് വട്ട് കളിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് പറയാണ്, അജയനെ വിവാഹം കഴിക്കണം. നീ കഴിച്ചാൽ മാത്രമേ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരൂ. എന്നിട്ട് എല്ലാം നമ്മുടെ കൈപ്പിടിയിലാക്കണം. മനസ്സിലായല്ലോ? ഈ പടി കടന്ന് നീ വലുത് കാല് വെച്ച് കയറി വരുന്നത് കാണാൻ കാത്തിരിക്കുന്നവളാണ് ഞാൻ. അത് നീ തടസ്സപ്പെടുത്തത്. ഇതെൻ്റെ അമ്മയുടെ വാക്കാണ്. നീ എനിക്ക് വാക്ക് തരണം. ശരി, അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കാട്ടോ മോള്. എന്തായാലും അജയനെ തന്നെ വിവാഹം കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഭൂമിജിയാണെങ്കിലേ ലോണിൻ്റെ കാര്യത്തിനൊക്കെ ബാങ്കിൽ പോയിരുന്നല്ലോ. ബാങ്ക് മാനേജർ പറഞ്ഞിരുന്നു ഒന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ആ ആവശ്യത്തിന് പോവുക. പക്ഷേ അയാൾ കൈയൊഴിയുക കേട്ടോ. വലിയൊരു ലോൺ ഇപ്പോഴത്തേന് കോഫി ഷോപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അടഞ്ഞു തീർന്നില്ല. അതിന് മുകളിലായിട്ട് ഇനിയും കൊടുക്കാൻ സാധ്യമല്ല. അയാൾ നോക്കാനുള്ള മാക്സിമം നോക്കി എന്ന് പറയാം. എന്നാലും ഇനി ഏത് ബാങ്കിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല ഭൂമിജ. അതുകൊണ്ട് ചാരിറ്റി വഴി എന്തെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാൻ പറഞ്ഞിട്ടാണ് ഭൂമിജയെ അവിടുന്ന് പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പം വീട്ടിലാണെങ്കിൽ നമ്മുടെ അച്ഛനൊരു വല്ലാത്ത ടെൻഷനായിപ്പോയി. കാരണം ഇന്ന് ഭവാനിയെ കണ്ടതും ഭവാനി അവരുടെ ആ ഗുണ്ടയോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നതും എല്ലാം കേട്ട് ആകെ ടെൻഷൻ. തൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനാട്ടാ. അപ്പോൾ തന്നെ നമ്മുടെ ഭൂമിജ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ അച്ഛനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കാൻ വിടാൻ പറ്റില്ല. ഈ സമയത്ത് അച്ഛന് മനോധൈര്യം കൂട്ടണം. സുഖമില്ലാത്ത ആളല്ലേ. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് കാര്യം ചോദിക്കുകയാണോ? ഒന്നുമില്ല മോളെ, ചെറിയൊരു പേടിയുണ്ട് എനിക്കെന്നൊക്കെ പറയാം കേട്ടോ. എന്തിനാ അച്ഛനിങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല,
അച്ഛൻ എന്തെങ്കിലും കവിത എഴുതുന്നുണ്ടോ അതോ കഥ എഴുതുന്നുണ്ടോ, അതാണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം കേട്ടോ. അച്ഛൻ എപ്പോഴും എനിക്ക് അമ്മ പണ്ട് അഭിനയിച്ച ആ നാടകത്തിലെ കഥ പറഞ്ഞു തരാറില്ലേ, ഒന്നും കൂടെ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അതെപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലേ, ഇനി എനിക്ക് വയ്യ മോളെ, അത് പറ്റത്തില്ല, എനിക്കിനി ഒന്നുകൂടെ കേൾക്കണം. എന്തിനാന്ന് വെച്ചാൽ അത് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറും, കുറച്ചുകൂടി സന്തോഷമാവും, അതുകൊണ്ടാണ്. അങ്ങനെ അച്യുതൻ ആ കഥ പറഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നാലും അച്യുതൻ്റെ മുഖം തെളിയാത്ത കാരണം ഭൂമിജ വീണ്ടും ചോദിക്കുകയാണ്, എന്താ അച്ഛൻ ഇങ്ങനെ വിഷമത്തിൽ, അച്ഛൻ എന്താ പറ്റിയത് മോളെ, എനിക്ക് ചില വിഷമങ്ങളും പേടിയും തോന്നുന്നുണ്ട്, നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കാം കേട്ടോ. എന്താ ഇപ്പം അങ്ങനെ, എന്തോ ആപത്ത് വരുമ്പോഴേക്ക് തോന്നുന്നു, നമുക്കിങ്ങ് തിരിച്ചു പോയാലോ. ഏയ് അങ്ങനെയൊന്നുമില്ല, അച്ഛൻ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക, അച്ഛൻ്റെ കൂടെ ഭൂമിജയില്ലേ, മോളില്ലേ, ഉണ്ട്, എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്, അത് മാത്രമാണ് എൻ്റെ ധൈര്യം, എന്നാൽ പിന്നെ കയറി വാ. അങ്ങനെ അച്ഛനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. അന്ന് രാത്രി അജയ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുറ്റത്ത് തന്നെ നിപ്പുണ്ട് നമ്മുടെ അഞ്ജന. ഓ അജയ് വന്നോടനെ അജയ് എന്നും പറഞ്ഞു ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാൻ പോകട്ടോ. അജയ് അങ്ങോട്ട് മാറിക്കൊടുക്കണമെന്ന് ബൈക്കിലേക്ക് മറിഞ്ഞ് വീഴാൻ പോവാണ്. എന്നിട്ട് പറയാം, ഹലോ എപ്പോഴാണ് എത്തിയെന്നൊക്കെ പറഞ്ഞ് ഇവർ വിശേഷം ചോദിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോൾ അജയ് പറയണം, ഞാൻ നിന്നെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, നിന്നെ ഞാൻ ഒരു സിസ്റ്ററായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് ഇത്രയും നാൾ നീ അങ്ങനെ കണ്ടു, പക്ഷേ ഇനി അതൊക്കെ മാറി ചിന്തിക്കണം. ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അജയിന് തീരെ ഇഷ്ടമാവണില്ല കേട്ടോ. അവരുടെ പെരുമാറ്റവും രീതിയും സംസാരവും ഒന്നും ദേഹത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ചെല്ലുന്നുണ്ട്. അജയ് ആണെങ്കിൽ പലതവണ ഒഴിഞ്ഞു മാറുന്നുമുണ്ട് കേട്ടോ. ഞാനൊന്ന് അകത്തോട്ട് പോട്ടെ, ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും അഞ്ജന വിടുന്നില്ല. പിടിച്ചു വെച്ച് സംസാരം തന്നെയാണ്. പക്ഷെ പെട്ടെന്നാണ് അജയനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത്. അജയൻ്റെ പോക്കറ്റ് കിടന്ന് ഫോൺ റിങ്ങുകയാണ്. അജയ് പെട്ടെന്ന് അത് എടുത്ത് സംസാരിക്കുമ്പോൾ വീണ്ടും തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരും കേട്ടോ. അങ്ങനെ അഞ്ജന അവിടെ ഉപേക്ഷിച്ച് ഒറ്റ പോക്ക് പോകുന്നുണ്ട് രക്ഷപ്പെട്ട്. അഞ്ജന മനസ്സിലാലോചിക്കണം, എടാ അജയെ, നീ ഇനി എവിടെ പോയാലും ശരി തന്നെ, നിന്നെ ഞാൻ എൻ്റെ വരുതിക്ക് എത്തിക്കും, അത് എൻ്റെ ഒരു തീരുമാനമാണ് എന്നിങ്ങനെ സ്വയം പ്രതിജ്ഞ എടുക്കുക കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വേണ്ടി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.